വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്താ പറയുക, നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു ഫേസ് ക്യാം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ യൂട്യൂബേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷൻ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മോട്ടിവേഷൻ വീഡിയോ ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലെ 1 മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് തികച്ച മൂന്നാമത്തെ ചാനൽ എന്ന പേര് സ്വന്തമാക്കിയ നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അൺബോക്സിംഗ് ഡ്യൂഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, നമ്മളെപ്പോലെ സാധാരണ രീതിയിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 1 മില്യൺ എന്ന ഒരു വൻ കടമ്പ കടന്നു നിൽക്കുന്ന ഒരു ചാനൽ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒട്ടും താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അൺബോക്സിംഗ് ഡ്യൂഡ് നിലവിൽ ടെക് യൂട്യൂബേഴ്സിലെ ടോപ്പ് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലാണ് അൺബോക്സിംഗ് ഡ്യൂഡ്. 1 മില്യൺ സബ്സ്ക്രിപ്ഷനൊക്കെ അടിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നിടം വരെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു 80 വീഡിയോസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ആണ് അദ്ദേഹം ചെയ്തിരുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വീഡിയോയുടെ സെക്ഷനിലൊക്കെ ഒന്ന് പോയി നിങ്ങൾ ഓൾഡ് ടെസ്റ്റ് വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നിടം വരെ അദ്ദേഹം ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നത്. പിന്നീട് 1K സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം അദ്ദേഹം പതുക്കെ മലയാളത്തിലേക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം നമ്മുടെ ഗാജസ് 1 മലയാളം എന്ന യൂട്യൂബ് ചാനലിനെ നിങ്ങൾക്കൊക്കെ അറിയാം, 5 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു ചാനലാണ്. ആ ചാനലിൻ്റെ കട്ട ആരാധകനായിരുന്നു നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു പകുതി മുക്കാൽ സബ്സ്ക്രിപ്ഷനും ആ ഒരു ചാനലിനെ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ഗാജസ് 1 മലയാളം 1 ലാക്ക്, അതായത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിച്ച സമയത്ത് ഒരു ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഗീവ് അവേയുടെ വിന്നറായിരുന്നു നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വിന്നറെ അനൗൺസ് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞു, ഇതുപോലെ അൺബോക്സിംഗ് ഡ്യൂഡ് എൻ്റെ ഒരു കട്ട ആരാധകനാണെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ചാനലാണെന്നും ഒക്കെ അദ്ദേഹം ആ ഒരു അനൗൺസിങ് വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അത് അൺബോക്സിംഗ് ഡ്യൂഡിനൊരു നേട്ടമായി. അദ്ദേഹത്തിനെ പതുക്കെ ആൾക്കാരെ അറിയാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാരെ അറിയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഗാജസ് 1 മലയാളത്തിൻ്റെ ഒരു വർഷം മുമ്പുള്ളൊരു വീഡിയോ, അതായത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പറ്റി അദ്ദേഹം 1 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ആണ് ഞാൻ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന ചാനലിൻ്റെ ആദ്യമായി കാണുന്നത്. അപ്പോൾ തന്നെ ആ ചാനൽ വിസിറ്റ് ചെയ്തു. ഏകദേശം 1K അടുത്ത് കമൻറ്റിന് ലൈക്ക് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കൗതുകം തോന്നി ചാനലൊന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് 2,45,000 സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് 2,45,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്. ഇന്ന് വരെ നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ഗിവ് അവേ അനൗൺസ് ചെയ്തു. അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ കൂടിയായിരുന്നു ആ ഒരു അനൗൺസ്മെൻറ്റ്. പിന്നീട് നമ്മുടെ സഞ്ജു ടെക്കിയുടെ ഒരു ആരാധനം കൂടിയായിരുന്നു നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ്. സഞ്ജു ടെക്കിയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അൺബോക്സിംഗ് ഡ്യൂഡിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് കരിയറിൻ്റെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിൻറ്റും അതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ സാധാരണ പാവപ്പെട്ട യൂട്യൂബേഴ്സിന് അവരുടെ കഴിയുന്ന രീതിയിലൊരു ചെറിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന സബ്സ്ക്രിപ്ഷനായാലും ലൈക്കായാലും ഡിസ്ലൈക്ക് ആയാലും കമൻ്റ് ആയാലും എല്ലാം നിങ്ങളൊന്ന് രേഖപ്പെടുത്തി അദ്ദേഹത്തിന് പ്രൊമോട്ട് അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത് എന്നെപ്പോലുള്ള പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിനും അതും വളരെ യൂസ്ഫുള്ളാണ്.
അത് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. പിന്നെ ഇതിപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ പറയുന്നുണ്ട് എനിക്ക് ചാനൽ സബ്സ്ക്രിപ്ഷൻ ഇല്ല, വ്യൂസ് ഇല്ല, എനിക്ക് ഇടാൻ നല്ല കണ്ടൻറ് ഇല്ല, അതുകൊണ്ട് ഞാൻ ചാനൽ നിർത്തിപ്പോവുകയാണ് എന്നൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാണുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ ഇറ്റ്സ് മീ ഇർഫാൻ, സൈൻ ഔട്ട് ഫ്രം IT Tech Creator.